അപ്പൊ ഗൈസ് ഫൈനലി അച്ചു രണ്ടാമത് പ്രഗ്നന്റ് ആയിരിക്കാണ്. ഇതൊക്കെ ദൈവം തരുന്നു, നമ്മൾ മേടിക്കുന്നു. പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. അതിനിപ്പോ എന്തോത്തിന് കാര്യമല്ലേ, എല്ലാവർക്കും ഇപ്പൊ ടിൻസ് ഒക്കെ ഉണ്ടാവുന്നവരെന്തോ ചെയ്യും. നാണമില്ലേ അളിയാ, എല്ലാം കാണിച്ചു വച്ചതും പോരാ, ഇനി അത് പബ്ലിക്കായിട്ട് തുറന്നു പറയുന്ന. ഇതെന്നാ ഇങ്ങനെ നടന്ന് കറിയുന്ന? നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇപ്പൊ നീനൊരു കൂട്ടോടായെന്നല്ലേ ഉള്ളു, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? എന്തിനാ എന്നെ കരയുന്നത്? നിനക്ക് നല്ലതാ, ഇത് മാസാമാസം വികസിച്ചു വരുന്ന ഒരു കമ്പനിയാ. അതിന്റെ ഭാരം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ചുമക്കണം. ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? ദൈവനിശ്ചയം എങ്ങനെയാണെന്ന് ആർക്ക് പറയാൻ പറ്റും? ഈശ്വരൻ കൊടുത്താ കൈനീട്ട് വാങ്ങിക്കാല്ലാതെ എന്തോ ചെയ്യും. അതെ, തള്ളക്ക് പിള്ളയെ കൊടുക്കുന്ന ഈശ്വരനല്ലോ ഈശ്വര പിള്ളച്ചേട്ടൻ. ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എല്ലാരും ഉണ്ടല്ലോ, ഞാനുണ്ടല്ലോ, പിന്നെന്തോത്തിന് പേടിക്കുന്നത്? ഒരു നാറിയ എനിക്ക് വിശ്വാസമില്ല. എക്സ്പെക്ട് ചെയ്യാതല്ലേ വരേണ്ടത്. എനിക്കിങ്ങനെ അബദ്ധം പറ്റാറേ ഇല്ല. ഇത് അബദ്ധമല്ല മോളെ, ദൈവത്തിന്റെ ഒരു കമ്പിയില്ല കമ്പി സന്ദേശമാണ്. എക്സ്പെക്ട് ചെയ്യുന്ന വരുന്ന ആൾ അടിപൊളിയായിരിക്കും, ചെയ്യാതെ വരുന്ന ആള് നീ ടെൻഷൻ അടിക്കണ്ട. ഇയാള് തന്നെ ഇവിടുത്തെ പ്രശ്നം. ഒരു മര്യാദ വേണ്ടേ? സത്യം പറയാലോ, ഇപ്പൊ ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുക. ഒരു കുഴപ്പമില്ല, നീ പേടിച്ചിട്ട് ഒരു കാര്യമില്ല. കല്യാണം കഴിഞ്ഞ അന്നോട്ടുള്ള സമാധാനക്കട നരകം. അപ്പൊ നീനുവിനൊരു കൂട്ടായില്ലേ? പോസ്റ്റ് ആവത്തില്ല എന്തായാലും നീനു അല്ലേ? നീനുമാ ഈ ആള് നിനക്കല്ലല്ലോ മോനെ, നിനക്ക് ഭാവി. നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാൻ ഞാൻ എന്താ നിങ്ങളുടെ ബാലിക്കാരനെന്ന് വിചാരിച്ചു? അതെ, അതുപോലെ ഗ്യാസ് ദഹനക്കടോ മറ്റോ ആയിരിക്കും. എന്ത് പറഞ്ഞാലും ഗർഭം ഗർഭം ഗർഭം. ഇതെന്തോന്ന് അറിയത്തില്ല എനിക്ക്. അച്ഛൻ പ്രഗ്നന്റ് ആണോ? അതിന്റെ ടെസ്റ്റ് ചെയ്ത സാധനം. അയ്യാ, ഒന്നും അറിയാത്ത ഇള്ളിള്ള കുഞ്ഞു. യോഗ അവസാനിച്ചിരിക്കുന്നു, എല്ലാരും പിരിഞ്ഞു നോക്കോളൂ. ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.